അഷ്റഫ് ഖാൻ്റെ കടയിൽ വയനാട് വന്നാൽ കയറി പോകാത്ത ആൾക്കാർ കുറവാണ്. അഷ്റഫ് ഖാൻ്റെ ഒരു നമ്മളോടൊരു പെരുമാറ്റവും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ എല്ലാം കൊണ്ടും വിലയിലും അത്രയും വില കുറച്ചിട്ടാണ് മൂപ്പര് കൊടുക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ അഷ്റഫ് ഖാൻ്റെ കടയിൽ ഈ വയനാട്ടിൽ വന്നാൽ കയറാത്ത ആൾക്കാരില്ലെന്നാണ് പറഞ്ഞത്. ഏതായാലും എനിക്ക് രാവിലെ തന്നെ ഒരു ചായ കുടിക്കണം. അപ്പോൾ ചായ ഒന്നും കുടിച്ചില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അഷ്റഫ് ഖാൻ്റെ സിറ്റി മെസ്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തുടർയാത്ര ചെയ്യണം. ഇപ്പോൾ ഏകദേശം സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ ഈ ഒരു നമ്മുടെ സിറ്റി മെസ്, അഷ്റഫ് ഖാൻ്റെ സിറ്റി മെസ്സിൽ കയറാൻ പോകുന്നത്. എൻ്റെ പേര് അഷ്റഫ്. എത്ര നാളായത് നമ്മളെ പരിപാടി? 10 കൊല്ലമായി. 20 വർഷമായി. എന്തൊക്കെ ഇവിടെ ഉണ്ടാവുക കഴിക്കാൻ? ഇവിടെ രാവിലെ കപ്പ, കഞ്ഞി, പൊറോട്ട, പിന്നെ പത്തിരി, പൂരി, പിന്നെ കുറച്ച് ഇറച്ചിച്ചോറ്. ഉച്ചയ്ക്ക് ഇറച്ചിച്ചോറ് ഊണൊക്കെ ഉണ്ടാവും? ഊണില്ല, ഇറച്ചിച്ചോറ്. പിന്നെ വൈകുന്നേരം പൊറോട്ട, പത്തിരി, അട. ഇങ്ങനെ രാവിലെ എത്ര മണിക്ക് തുറക്കുക? രാവിലെ 5:30 മണിക്ക് വരും. 5:30 മണി മുതൽ 5:30 മുതൽ രാത്രി 9 വരെ. 9 വരെ ഉണ്ടാവും അല്ലേ? ഇവിടെ പുഷ്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പുഷ്കാണ്, ഇറച്ചിച്ചോറ്. അതാണ് പുഷ്ക എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. വടക്കേ വയനാടിന്റെ ഇതാണ്. ആണല്ലേ? ഒക്കെ വിറകടുപ്പിലാണ് നിങ്ങൾ പാകം ചെയ്യുന്നത്? അതെ, എല്ലാം വിറക്. ചായക്ക് മാത്രമേ ഗ്യാസ് ഉള്ളൂ, ബാക്കിയെല്ലാം വിറക്. എണ്ണക്കടി എന്തൊക്കെ ഉണ്ടാവുക? എണ്ണക്കടി പഴംപൊരി, ബിസ്ക്കറ്റ് പൊരി, പിന്നെ ബിസ്ക്കറ്റ് പൊരി, പഴംപൊരി, പിന്നെ നെയ്യപ്പം, പരിപ്പ് വട. ഈ കപ്പ എന്നും ഉണ്ടാവുക? കപ്പ എന്നും ഉണ്ടാവും. കപ്പ, കഞ്ഞി ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാവും. കഞ്ഞിക്കുള്ള ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കണം. ചമ്മന്തി, പിന്നെ അച്ചാറ്, പിന്നെ പപ്പടം. ഉച്ചക്ക് സദ്യ ഉണ്ടാവില്ല? സദ്യ ഉണ്ടാവില്ല, ഇറച്ചിച്ചോറ്. സദ്യ ഇവിടെ ഇറച്ചിച്ചോറാണ് മെയിൻ. അങ്ങനെ നമ്മുടെ അഷ്റഫ് ഖാൻ്റെ കടയിൽ നിന്ന് 2 പൂരി മേടിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കാറ് പൊറോട്ട എന്നല്ല. അപ്പം ഇന്ന് മാറ്റിപ്പിടിച്ച് നല്ല നാടൻ കറി, നല്ല തേങ്ങ അരച്ച നല്ല കടലക്കറിയും പൂരി ഇട്ടോ. അതാണ് നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മേടിച്ചത് 2 പൂരിയായിരുന്നു. അത് കഴിച്ചതിന് ശേഷം 2 കഷ്ണം പുട്ടും നമ്മളെ തേങ്ങ അരച്ച നാടൻ ആ ഒരു ചുവന്ന കടലക്കറിയും കഴിക്കാൻ വിചാരിച്ചു. നമ്മളെ കേരളക്കാർ മെയിനായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ രാവിലെ തന്നെ ഈ ഒരു കടലക്കറിയും പുട്ടും. അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമ്മൾ മലയാളികളില്ലല്ലോ. അത് പ്രത്യേക കോമ്പിനേഷനല്ല. അപ്പോൾ ഏതായാലും ഞാൻ 2 കഷ്ണം പുട്ടും നമ്മുടെ കടലക്കറിയും അതും കൂട്ടി കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടുന്ന് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡാണ്. ഒരു മായങ്ങളൊന്നും ഇല്ലാത്ത നാച്ചുറലായ ഭക്ഷണമാണ് നമുക്കിവിടെ ലഭിക്കുക. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിൽ തരുവണം എന്ന സ്ഥലത്താണ് ഈ ഒരു സിറ്റി മെസ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാർ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഹോട്ടലാണ് അഷ്റഫ് ഖാൻ്റെ സിറ്റി മെസ്സ്.